എന്തായാലും കൊള്ളാം, ഈ കഥ ഞാൻ നിങ്ങളുമായും പങ്കുവെക്കുകയാണ്. ഈ കഥ രണ്ട് വ്യക്തികളുടെ കഥയാണ്. ഒന്ന് ഒരു നേഴ്സും മറ്റത് ഒരു എഞ്ചിനീയറും. രണ്ടുപേരും രണ്ട് വ്യത്യസ്തമായ മേഖലകളിൽ അവനവൻ്റെ കഴിവ് തെളിയിച്ച നല്ല രണ്ട് മനുഷ്യർ. ഇവർ രണ്ടുപേരും പ്രണയിച്ചു, അന്യോന്യം കേട്ടോ, അന്യോന്യം പ്രണയിച്ച് വിവാഹിതരായി. നല്ല പ്രണയം, നല്ല രണ്ട് വ്യക്തികൾ തമ്മിൽ വളർത്തുന്ന പ്രണയം. അതാണ് ഈ നല്ല പ്രണയം കൊണ്ട് ഉദ്ദേശിച്ചത് കേട്ടോ. തമ്മിൽ വളർത്തുന്ന, തമ്മിൽ സ്പേസ് കൊടുക്കുന്ന, തിരിച്ചറിയുന്ന രണ്ട് വ്യക്തികൾ തമ്മിൽ പ്രണയിച്ചു, വിവാഹം കഴിച്ചു. ഒരുപാട് നാൾ അവർ സന്തോഷത്തോടെ മുമ്പോട്ട് പോയി. അപ്പം നമ്മുടെ നാട്ടുകാരിങ്ങനെ ഇടയ്ക്ക് ചോദിക്കുമല്ലോ, വിശേഷമൊന്നും ആയില്ലേ, ഇങ്ങനെ രണ്ടുപേർക്കും കൊണ്ട് കളിച്ച് തിരിച്ച് നടന്നാൽ മതിയോ, മൂന്നാമതൊരാൾ വേണ്ടേ, അത്തരം കാര്യങ്ങളൊക്കെ അവർ ചോദിക്കാൻ തുടങ്ങി. ആദ്യമൊന്നും അവർ മൈൻഡ് ചെയ്തില്ല. കാലങ്ങൾ കഴിഞ്ഞു. കുറച്ചാൾ കഴിഞ്ഞ് അവർ ആഗ്രഹിച്ചു തുടങ്ങി ഒരു കുഞ്ഞ് വേണം. പക്ഷെ ആഗ്രഹിച്ച സമയത്ത് കുഞ്ഞ് കിട്ടിയില്ല, അല്ലെങ്കിൽ കുഞ്ഞ് ഉണ്ടാവുന്നില്ല. പിന്നീട് അവർ കുറച്ച് നാളും കൂടെ മുമ്പോട്ട് പോയപ്പോൾ ഒരു ട്രീറ്റ്മെൻറ്റിലേക്ക് തിരിഞ്ഞാലോ എന്നൊക്കെ ചിന്തിക്കാൻ തുടങ്ങി. എന്തായാലും കൊള്ളാം, അതിലോട്ടൊന്നും കിടക്കേണ്ട വന്നില്ല. ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം ഒരു കുഞ്ഞ് അവർക്കുണ്ടാവാനായിട്ട് പോവുകയാണ്. ആ വാർത്ത അറിഞ്ഞപ്പോൾ തന്നെ അവർ ഭയങ്കരമായിട്ട് സന്തോഷിച്ചു, തമ്മിൽ സ്നേഹം പങ്കുവച്ചു, അത് എല്ലാവരെയും അറിയിച്ചു. 9 മാസം അവർ ഒരുപാട് കാത്തിരുന്ന്, ഒരുപാട് സ്നേഹത്തോടെ, ഒരുപാട് പ്രതീക്ഷയോടെ അവരൊരു കുഞ്ഞിന് ജന്മം നൽകി. ആ കുഞ്ഞിനെ പൊന്നുപോലെ അവർ വളർത്താൻ തുടങ്ങി. കുറച്ച് നാളൂടെ കഴിഞ്ഞപ്പോൾ രണ്ടുപേരും അവരവരുടെ ജോലികളിലേക്ക് തിരിയാൻ തുടങ്ങി. രണ്ടുപേരും കുടുംബജീവിതം വളരെ സുന്ദരമായിട്ട് കൊണ്ടുപോകാൻ വേണ്ടി രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അവരവരുടെ റോളൊക്കെ ഷെയർ ചെയ്യാൻ തുടങ്ങി. അടുക്കള കാര്യങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെക്കാനൊക്കെ തുടങ്ങി. എന്തായാലും കൊള്ളാം, കുഞ്ഞിനെ നോക്കുന്നതും വീട്ടുപണിയും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും അവർ ഷെയർ ചെയ്യാനൊക്കെ തുടങ്ങി, മുമ്പോട്ട് പോകുന്നു. പക്ഷെ ഒരു ദിവസം, അങ്ങനെയാണല്ലോ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാകുന്ന ആ ഒരു ദിവസമാണല്ലോ, ഒരു ദിവസം രണ്ടുപേർക്കും വീട്ടിൽ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയായി. അതായത് സ്വന്തം ജോലിയുടെ ഭാഗമായിട്ട് അവർക്ക് അവരുടെ ജോലി സ്ഥലത്ത് നിൽക്കേണ്ട അത്യാവശ്യം. ബന്ധുക്കളെ വിളിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ചുറ്റുമുള്ള ആളുകളുടെ ഇടയിൽ കുഞ്ഞിനെ ഏൽപ്പിക്കാൻ പറ്റുന്നില്ല, കുഞ്ഞിനെ ഓഫീസിലോട്ട് കൊണ്ടുപോകാനും പറ്റുന്നില്ല. വല്ലാത്തൊരു സിറ്റുവേഷൻ. 3 മണിക്കൂർ മാറി നിന്നാൽ മതി രണ്ടുപേർക്കും. ആ 3 മണിക്കൂർ ഒരാൾക്ക് പോലും വീട്ടിൽ കുഞ്ഞിനെ നോക്കാൻ പറ്റുന്നില്ല, ബന്ധുക്കളെ ഏൽപ്പിക്കാൻ പറ്റുന്നില്ല. വല്ലാത്തൊരു പ്രതിസന്ധി. വല്ലാതെ അവർ വിഷമിക്കാൻ തുടങ്ങി. എന്ത് ചെയ്യും? അവസാനം അവർ തന്നെ ഒരു മാർഗത്തിലെത്തി. വീട്ടിലെ ഒരു മുറിയിൽ കുഞ്ഞിനെ കിടത്തി ഉറക്കിയിട്ട് പോകാം. എങ്ങാനും കുഞ്ഞ് എഴുന്നേറ്റാൽ, ആഹാരമെല്ലാം കൊടുത്ത് കിടത്തി ഉറക്കിയിട്ട് പോകാം. എങ്ങാനും കുഞ്ഞ് എഴുന്നേറ്റാൽ, ഒന്ന് തിരിയോ മറിയോ ഒക്കെ ചെയ്താൽ വീഴാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ തിരിയോ മറിയോ ഒക്കെ ചെയ്യുമ്പോൾ സൈഡിലെല്ലാം തലയണകളും സ്പോഞ്ചും എല്ലാം വെച്ച് കുഞ്ഞ് കരയും, ഉറപ്പാണ്. എഴുന്നേറ്റാൽ കുഞ്ഞ് കരയും. പക്ഷെ വേറെ മാർഗമില്ല. കുഞ്ഞിന് മറ്റ് കേടുപാടുകളും ഒന്നും സംഭവിക്കാതെ ഇരിക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ആ മുറിയിൽ റെഡിയാക്കി. 3 മണിക്കൂർ മാറി നിന്നാൽ മതിയല്ലോ. ഒരുപാട് വേദനയുണ്ട്, പക്ഷേ ഇത് ചെയ്തേ പറ്റുള്ളൂ. രണ്ടുപേരും അങ്ങനെ എന്തൊക്കെയോ സജ്ജീകരണങ്ങൾ വീട്ടിൽ ചെയ്തിട്ട് പോയി 3 മണിക്കൂർ ഒരുപാട് വേദനയോടുകൂടി രണ്ടുപേരും 2 സ്ഥലത്ത് ചെലവഴിച്ചു. അപ്പോൾ ഒരാൾ ഒരു എഞ്ചിനീയറാണ്, ഒരാൾ നേഴ്സാണ്. രണ്ടുപേരും 2 മേഖലകളിൽ ജോലി ചെയ്യുന്നവരാണ്. എന്തായാലും കൊള്ളാം, 3 മണിക്കൂറിന് ശേഷം ആദ്യം വരുന്നത് എഞ്ചിനീയറാണ്. വെപ്രാളപ്പെട്ട് കതക് തുറന്ന് ഓടിച്ചെന്ന് മുറിയിലേക്ക് നോക്കുമ്പോൾ കാണാൻ പാടില്ലാത്തൊരു കാഴ്ച. കുഞ്ഞിൻ്റെ തലയിലേക്ക് മുകളിലത്തെ ഫാൻ അടർന്നു വീണ് തലയിൽ നിന്ന് രക്തം വാർന്നൊലിക്കുകയാണ്. അബോധാവസ്ഥയിലാണ് കുഞ്ഞ്. എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന സമയം. എന്തായാലും കൊള്ളാം, ധൈര്യം സംഭരിച്ച് കുഞ്ഞിനെയും എടുത്ത് പുറത്തോട്ട് ഓടുന്ന വഴിക്ക് നേഴ്സും കൃത്യസമയത്ത് വീട്ടിലെത്തി. പക്ഷെ കണ്ട പാതി കാണാത്ത പാതി തലകറങ്ങി അപ്പം തന്നെ ഒരു വീഴ്ച. നമ്മുടെ നേഴ്സ് ഹെൽത്ത് സെക്ടറിലാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ സ്വന്തം കുഞ്ഞിൻ്റെ രക്തം കണ്ടപ്പോൾ പിടിച്ചു നിൽക്കാനായില്ല, തല ഇറങ്ങി താഴെ വീണു. എന്തായാലും രണ്ടുപേരെയും കോരിയെടുത്തുകൊണ്ടാണ് നമ്മുടെ എഞ്ചിനീയർ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. രണ്ടുപേരെയും ഹോസ്പിറ്റലിൽ ചികിത്സയിലാവുന്നു. എന്തായാലും ഭാഗ്യം കൊണ്ട് കുഞ്ഞ് ക്രിട്ടിക്കൽ കണ്ടീഷനെല്ലാം മാറി ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നു. ഒരു മുറിവുണ്ടായി, വലിയൊരു മുറിവുണ്ടായി തലയിൽ. പക്ഷേ പേടിക്കാനുള്ള സന്ദർഭമെല്ലാം മാറി, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ എഞ്ചിനീയറിന് മനസ്സിലൊരു ദേഷ്യം. കാരണം ഹെൽത്ത് സെക്ടറിൽ, ആരോഗ്യ മേഖലയിൽ ജോലി ചെയ്യുന്ന ഒരാൾ രക്തം കണ്ടപ്പോൾ ഏത് സമയത്താണോ ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് ആ സമയത്ത് തലകറങ്ങി താഴെ വീണിരിക്കുന്നു. അപ്പം ദേഷ്യമെല്ലാം ഇങ്ങനെ ഉരുണ്ട് കയറുന്നുണ്ട്. ശരീരം ആസകലം, തലച്ചോറ് ആസകലം. പക്ഷെ ഒന്നും പറയാൻ പറ്റുന്നില്ല. കുറച്ച് കഴിഞ്ഞിട്ട് പറയാം, എല്ലാം താന്നിട്ട് പറയാം എന്നുള്ള രീതിയിലാണ് നിൽപ്പ്. ഈ സന്ദർഭത്തിൽ നിങ്ങൾ ഈ എഞ്ചിനീയറിൻ്റെയോ നേഴ്സിൻ്റെയോ സുഹൃത്താണെങ്കിൽ എങ്ങനെ അവരെ ആശ്വസിപ്പിക്കും? അല്ലെങ്കിൽ എഞ്ചിനീയറിനോട് എന്തൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കും? എങ്ങനെയായിരിക്കും നിങ്ങളുടെ സമീപനം എന്ന് ഞാൻ പലപ്പോഴും കുട്ടികളോട് ചോദിക്കാറുണ്ട്. ആ ചോദ്യം ഞാൻ നിങ്ങളോടും ചോദിക്കുകയാണ്.
ചോദ്യത്തിൻ്റെ ഉത്തരം പറയുമ്പോൾ പലരും പറയുന്നൊരു കാര്യമാണ്, എൻജിനീയർ അവന് എന്തായാലും എല്ലാ കാര്യങ്ങളും മിടുക്കനായിട്ട് ചെയ്തല്ലോ. നേഴ്സ് അവള് കാണേണ്ട പാതി, അത് ഇപ്പം അമ്മയല്ലേ, ഇപ്പം എന്തെങ്കിലും പറയാൻ പറ്റുമോ? അവർ തലകറങ്ങി താഴെ വീണ് എന്ത് ചെയ്യാൻ പറ്റും? ക്ഷമിക്കാനേ പറ്റുള്ളൂ. പോട്ടെ, സാരമില്ല, എന്തായാലും കുഞ്ഞിനൊന്നും പറ്റിയില്ലല്ലോ. ഞാൻ എൻ്റെ കഥയിൽ ഉടനീളം നേഴ്സ് ഒരു പെണ്ണാണെന്നോ എൻജിനീയർ ഒരു ആണാണെന്നോ പറഞ്ഞിട്ടേയില്ല. പക്ഷെ കഥ കേൾക്കുന്ന എല്ലാവരും അവരവരുടെ മനസ്സിൽ സ്വയം പറയുന്ന ഒരു കാര്യമാണ്, നേഴ്സ് എന്ന് പറഞ്ഞാൽ അമ്മ, എൻജിനീയർ എന്ന് പറഞ്ഞാൽ അപ്പൻ. പക്ഷെ എൻ്റെ കഥയിലെ എൻജിനീയർ ഒരു പെണ്ണും നേഴ്സ് ഒരാണുമാണ്. അപ്പം തലകറങ്ങി രക്തം കണ്ട് തലകറങ്ങി താഴെ വീണ് അതുകൊണ്ട് പെണ്ണാവണമെന്നുണ്ടോ? നമ്മൾ എത്ര പുരോഗമനം പറഞ്ഞാലും, എത്ര ഫെമിനിസം പറഞ്ഞാലും, എത്ര വുമൺ എംപവർമെൻറ്റ് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ എംപവർമെൻ്റ് എന്നൊക്കെ പറഞ്ഞാലും ആഴത്തിൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ പതഞ്ഞ് ഉറഞ്ഞു കിടക്കുന്ന ഒരു കാര്യമാണ് ഈ ബോധ്യം എന്ന് പറയുന്നത്. ആണിനൊന്ന് പെണ്ണിന് വേറൊന്ന്, ആണിനോളം ആവില്ല പെണ്ണ്, നട്ടലുള്ള ആണ്, അല്ല, ഇത്തരം ചില സവിശേഷതകൾ നമ്മളോടൊപ്പം എപ്പോഴും ഉണ്ടാവും.